നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ? ഡ്രൈവ് ചെയ്തതിന്റെ അല്ല, ഷുഗർ കുറഞ്ഞതാ. അത് മധുരം കഴിച്ചപ്പോൾ നോർമലായി. അങ്ങനെ സ്വയം ചികിത്സിക്കണ്ട. ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തിയാൽ എനിക്ക് സമാധാനമാവും. അച്ഛനാകെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോ രവീന്ദ്രൻ സാറിന്റെ വീട്ടിലേക്ക് അന്വേഷിച്ച് പോകാൻ തുടങ്ങിയതാ. അപ്പോഴാ അമ്മ വിളിച്ച് ആൾ ഇവിടെ എത്തിയെന്ന് പറഞ്ഞത്. ആനന്ദേട്ടന്റെ ജോലിഭാരം കുറയ്ക്കാനാ ഓരോരോ ഉത്തരവാദിത്തം നിങ്ങളെ ഏൽപ്പിച്ചത്. എന്നിട്ടും റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാ അത് കഷ്ടമാ. ഇത് അവന്റെ കുറ്റമല്ല, ഡ്രൈവറെ കൂട്ടിവിടാന്ന് പറഞ്ഞതാ. ഞാനാ സമ്മതിക്കാത്തത്. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ തലർക്കം വന്നിരുന്നെങ്കിലോ? ഇതിപ്പോ ഏതൊരു പെൺകുട്ടി കണ്ടുകൊണ്ട് അവളുടെ വീട്ടിൽ കൊണ്ടുപോയി ശുശ്രൂഷിച്ചു. എന്താ അച്ഛാ സംഭവിച്ചത്? ആരാച്ചനെ രക്ഷിച്ചത്? രവീന്ദ്രന്റെ അടുത്തുള്ള വീട്ടുകാരാണ്. എന്നെ രക്ഷിച്ച പെൺകുട്ടിയെ കാണാൻ പറ്റിയില്ല. എന്തോ ആവശ്യത്തിന് പുറത്തു പോയെന്നാ പറഞ്ഞത്. ഏതായാലും നല്ല മനുഷ്യരാ. അല്ലെങ്കിൽ ബാഗിലുണ്ടായിരുന്ന 30 ലക്ഷം രൂപ കൈക്കലാക്കിയനെ. കിട്ടിയില്ലെന്ന് പറഞ്ഞാ പോരെ? സത്യസന്ധരായ നാട്ടിൻപുറത്ത് നന്മയുള്ള മനുഷ്യരാ അവര്. നമുക്കെല്ലാവർക്കും കൂടി ഒരു ദിവസം അവിടെ പോകണം. തീർച്ചയായിട്ടും വേണം. ആനന്ദേട്ടനെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതിനും സുരക്ഷിതമായി പണം തിരിച്ചേൽപ്പിച്ചതിനും നന്ദി പറയണം. അച്ഛൻ പോയി റെസ്റ്റ് എടുക്ക. എന്റെ ക്ഷീണമൊക്കെ മാറിയടാ. എന്ത് പറഞ്ഞാലും നാളെ ഹോസ്പിറ്റലിൽ പോണം. ഓ പോകാമേ. ആ ആനന്ദേട്ടാ, അത് മാത്രല്ല, ഇന്ന് ജോത്സ്യര് വന്നിരുന്നു. അഖിലിന്റെ വിവാഹത്തിന് മുന്നോടിയായിട്ടുള്ള പൂജ ബുധനാഴ്ച നടത്തണം. അതൊക്കെ വേണോമേ? വേണം. നിന്റെ കല്യാണം യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ നടക്കാനും ദോഷങ്ങൾ മാറാനും ഈ പൂജ. ഇപ്പൊ തന്നെ കണ്ടില്ലേ എത്ര വലിയൊരു അപകടത്തിനാ ഈശ്വരൻ ആനന്ദേട്ടനെ രക്ഷപ്പെടുത്തിയത്. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തും നിലനിൽക്കും. അതുകൊണ്ട് ഈ കാര്യത്തില് ആരും എതിർപ്പ് പറയണ്ട. എല്ലാം നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. പൂജാ ചടങ്ങുകളൊന്നും മാറ്റിവെക്കണ്ട. ജോത്സ്യർ എന്താണോ പറഞ്ഞത് അതുപോലെ ചെയ്യുക. നീ വിവാഹിതരാൻ പോവുകയാണ്. ഇനി കുറച്ച് ഭക്തിയും വിശ്വാസമൊക്കെ ആവാം കേട്ടോ. റോഡിൽ ബോധം കെട്ട് വീണതാ. ശ്യാമ കണ്ടുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. ഇവിടെ എത്തിച്ച് ബോധം തെളിഞ്ഞപ്പോഴാ അത് ആനന്ദവർമ്മ എന്ന കോടീശ്വരനെന്നറിയുന്നേ. ശ്യാമയ്ക്ക് നേരത്തെ അദ്ദേഹത്തിന് അറിയില്ലേ? ആ അറിയാം. ഞാൻ ആ വീട്ടിലെ പ്രോഗ്രാമിന് ചെന്നപ്പോഴൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എന്നെ കാണണ്ടെന്ന് കരുതി മാറി നിന്നതാ. ഒരു നല്ല മനുഷ്യന്. മോളുടെ വിവാഹത്തിന് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ടാ പോയത്. എന്റെ മോളുടെ വിവാഹത്തിന് മറ്റാരുടെയും സഹായം ആവശ്യമില്ല. ശ്യാമയാണ് വർമ്മ സാറിനെ രക്ഷിച്ചതെന്ന് അറിയുന്നത് നല്ലതായിരുന്നു. പിന്നീട് അത് പ്രയോജനം ചെയ്തേനെ. അവരൊക്കെ പണക്കാരല്ലേ. അപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി അവരിതൊക്കെ ഓർത്തിരിക്കുവോ? അല്ലെങ്കിൽ തന്നെ ആ കുടുംബത്തിലെ മാഡത്തിനൊന്നും എന്നെ കണ്ണെടുത്ത കണ്ടൂടാ. ഞാനാണ് വർമ്മ സാറിനെ രക്ഷപ്പെടുത്തിയെന്ന് അറിഞ്ഞാ ഞാനെന്തോ മയക്കുവിദ്യ പ്രയോഗിച്ച് ഇവിടെ എത്തിച്ചാന്ന് അവര് പറഞ്ഞു കളയും. ശരിയാ, ഇപ്പൊ തന്നെ പല ആക്ഷേപങ്ങളും കേൾക്കുന്നുണ്ട്. അതൊന്നും വിഷ്ണുവിന്റെയും വീട്ടുകാരുടെയും ചെവിയിൽ എത്താതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്താക്ഷേപോ? വർമ്മ സാറിന്റെ മകൻ അഖിലുമായിട്ട് ജഗൻ, ഇത് സംസാരിക്കാനാണോ നമ്മളിപ്പോ വന്നത്? ശ്യാമിയെ നമുക്ക് വിശ്വാസമാണ്. കല്യാണ മുടക്കികള് പല വഴികളും നോക്കും. അതിനൊന്നും ചെവി കൊടുക്കേണ്ട കാര്യമില്ല. എന്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാ. പിന്നെ പറഞ്ഞു നടക്കുന്നവരുടെ വായ് മൂടിക്കെട്ടാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് വിവാഹം പെട്ടെന്ന് നടത്തണമെന്നാണ് എന്റെ അഭിപ്രായം. അടുത്ത മാസം 9-ാം തീയതി ഒരു നല്ല മുഹൂർത്തം ഉണ്ടെന്ന് ജോത്സ്യം പറഞ്ഞിരുന്നു. നമുക്ക് അന്ന് നടത്താം. അല്ല, ഈ അടുത്ത മാസം 9-ാം തീയതി എന്ന് പറയുമ്പം ഇനി അധികം ദിവസമില്ലല്ലോ. ഈ ഡേറ്റിൽ തന്നെ നടത്തണമെന്ന് പറയാൻ കാരണം വിഷ്ണുവിന് ഡൽഹിക്ക് ട്രാൻസ്ഫറാ. അടുത്ത മാസം 20-ന് മുൻപ് ജോയിൻ ചെയ്യണം.
ഇതിപ്പോ നടന്നില്ലെങ്കിൽ 6 മാസം കഴിഞ്ഞേ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റൂ. ഇത്രയും നല്ല ഒരു ബന്ധം ഒത്തു വന്നിട്ട് താമസിപ്പിക്കുന്നത് ബുദ്ധിയാണോ? ഒന്ന് വരൂ. ഞാനിപ്പോ വരാവേ. നിന്നെ കല്യാണ പെണ്ണായിട്ട് കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ് മോളെ. ഇടിപിടിന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞ നമുക്കതിനുള്ള തയ്യാറെടുപ്പൊക്കെ ചെയ്യണ്ടേ? ജഗന്നാഥൻ പറഞ്ഞ പോലെ നമ്മളായിട്ട് താമസിപ്പിച്ച ഇനി എന്തെങ്കിലും കാരണത്താൽ വിഷ്ണുവിന്റെ മനസ്സ് മാറിയാലോ? അങ്ങനെയൊന്നും പറയാതെ. നല്ല രീതിയിൽ ശ്യാമയുടെ വിവാഹം നടക്കണം. അതുമാത്രമല്ലേ നമുക്ക് ആഗ്രഹമുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ജഗന്നാഥനും മായയും വിഷ്ണുവിന്റെ വീട്ടുകാരുമായിട്ട് തീരുമാനിച്ച് നടത്തട്ടെ. ഇതിനിടയിൽ വിവാഹ നിശ്ചയം നടത്തണ്ടേ? ഞാൻ തിരുമേനിയുമായിട്ട് സംസാരിച്ചിരുന്നു. വിവാഹം തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി ഒരു നിശ്ചയത്തിന്റെ ആവശ്യമില്ലാതെ നേരിട്ട് വിവാഹത്തിലേക്ക് നീങ്ങാമെന്ന അദ്ദേഹം പറഞ്ഞത്. അതിനു മുൻപ് തടസ്സങ്ങൾ മാറാനായി ഒരു പ്രത്യേക പൂജ നടത്തേണ്ടതുണ്ട്. വിഘ്നങ്ങൾ തീർക്കാനും വിവാഹം സമംഗളം നടക്കാനും വേണ്ടി. അരവിന്ദനോടും കൂടി ചോദിച്ചിട്ട് തീരുമാനം വിളിച്ചു പറഞ്ഞാൽ മതി. അതോ അവര് വരാൻ വേണ്ടിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണോ? അരവിന്ദൻ ജയന്തിയും കുട്ടി അവിടെ വീട് വരെ പോയതാ. വരാൻ സന്ധ്യയാവും ഇല്ലേ? ആ, ഈ കുടുംബത്തോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും കടപ്പാടും വലുതാ. ഇനിയുള്ള കാര്യങ്ങളും നിങ്ങളുടെ രണ്ടുപേരുടെ തീരുമാനം പോലെ നടക്കട്ടെ. അരവിന്ദനോട് ഞാൻ പറഞ്ഞോളാം. നമുക്ക് കർമ്മം ചെയ്യാനേ പറ്റൂ. ഫലം തരേണ്ടത് ഈശ്വരനാ. മറക്കണ്ട, മറ്റന്നാൾ ബുധനാഴ്ച പുലർച്ചെയാണ് ചടങ്ങുകൾ. പൂജാകർമ്മങ്ങൾക്കുള്ള ചെലവുകളും മറ്റൊരുക്കങ്ങളും ഞാനവിടെ റെഡിയാക്കിക്കൊള്ളാം. നിങ്ങളെല്ലാം കൃത്യസമയത്ത് അവിടെ എത്തിയാൽ മതി. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും. നിന്റെ മുഖത്തെ മ്ലാനത ഒന്ന് മാറ്റി ഒന്ന് ചിരിക്കേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.